നമസ്കാരം. എന്നാ താൻ കേസ് കൊടേ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഷുക്കൂർ വക്കീൽ കേരളത്തിൽ പ്രശസ്തനായത്. ആ സിനിമയിലെ വക്കീൽ വേഷമായിരുന്നു ഷുക്കൂർ വക്കീലിന്. ഷുക്കൂർ വക്കീൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പോസ്റ്റിടും. ആ പോസ്റ്റുകൾ പലതും വാർത്തയാണ്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഷുക്കൂർ വക്കീൽ ഇട്ട പോസ്റ്റ് അടക്കം ഒട്ടേറെ പോസ്റ്റുകൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ആ ഷുക്കൂർ വക്കീലിന്റെ പബ്ലിസിറ്റിയോടുള്ള അതിമോഹം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വലിച്ചു കീറി ഒട്ടിച്ച ഒരു സാഹചര്യമുണ്ടായി. ഷുക്കൂർ വക്കീൽ വാസ്തവത്തിൽ പിണറായിക്ക് വേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനൊരു കാരണമുണ്ട്. പഴയ ലീഗുകാരനാണ് ഷുക്കൂർ വക്കീല്. ഷുക്കൂർ വക്കീലിന്റെ ഭാര്യ ഷീന ഷുക്കൂർ ലീഗിന് വേണ്ടി പ്രോ VC പദവിയിൽ ഇരുന്നപ്പോൾ നാട് നീളം നടന്ന് പ്രസംഗിച്ചത് വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലീഗിന്റെ സ്വന്തമാണ്, പച്ച ലഡുവും പച്ച സാരിയും ഉടുത്ത് ലീഗിന്റെ പച്ചയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് പല രാജ്യങ്ങളിലും പോയി പ്രസംഗിച്ചത് വിവാദമായിട്ടുണ്ട്. ഷീന ഷുക്കൂറിന്റെ അക്കാലത്തെ പല പ്രസംഗങ്ങളും വാർത്തയാക്കിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ലീഗിന്റെ ഏറ്റവും കടുത്ത ആരാധികയും ലീഗിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുമായിരുന്ന ഷീന ഷുക്കൂർ VC ആവുക എന്ന ആഗ്രഹത്തോടുകൂടി ഇടതുപക്ഷത്തേക്ക് മാറുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഷോക്കായി പോയി. പിന്നീട് അധികാര തുടർച്ച കൂടി ഉണ്ടായതോടെ ഷീന ഷുക്കൂറിന് ഒരു വൈസ് ചാൻസലർ ആകണം എന്ന മോഹം ബാക്കിയായതുകൊണ്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് പിണറായി സ്തുതികളുമായി മാറുകയാണ് ഷീനയും ഭർത്താവ് ഷുക്കൂർ വക്കീലും. എല്ലാം തികഞ്ഞ ഒരു പിണറായിസ്റ്റായി ഷുക്കൂർ വക്കീൽ മാറുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഷുക്കൂർ വക്കീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ളവ ഇത്തരത്തിലേക്ക് മാറുന്ന സാഹചര്യം രൂപപ്പെട്ടു. അതിന്റെ ഒരു തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ ചൂടുപിടിച്ചു നിൽക്കുമ്പോൾ ആളുകൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ മടി കാണിക്കുമ്പോൾ അതിനൊരു കുറുക്ക് വഴി ആയിക്കോട്ടെ, പിണറായിക്ക് ഒരു താങ്ങായിക്കോട്ടെ എന്ന് കരുതി കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ പോയിട്ട് ഷുക്കൂർ വക്കീൽ പറഞ്ഞു മറ്റാരും പണം പിരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഷുക്കൂർ വക്കീലിന്റെ പ്രധാനപ്പെട്ട ഉന്നം മുസ്ലിം ലീഗ് ആയിരുന്നു. ലീഗ് സമാന്തരമായി ഇപ്പോൾ പണശേഖരണം നടത്തുന്നുണ്ട്. ഏതാണ്ട് 10 കോടിയോളം രൂപ ലീഗിന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക മെഷീനറികളും ഉപയോഗിച്ച് പിരിവ് നടത്തിയിട്ടും സകല മുതലാളിമാരും 1, 2, 3, 4, 5 കോടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏതാണ്ട് 50 കോടിയെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ലീഗ് ഒരു മുതലാളിയുടെയും സഹായമില്ലാതെ സാധാരണ മനുഷ്യരുടെ പിന്തുണ കൊണ്ട് ഏതാണ്ട് 10 കോടിയിൽ എത്തിച്ചിരിക്കുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ലീഗിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ പണം കിട്ടാം. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത മുതലാളിമാർ കൂടി ലീഗിന് കൊടുത്താൽ ദുരിതാശ്വാസ നിധിയെ പൊട്ടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ജനങ്ങൾക്ക് ലീഗിനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയേക്കാൾ കൂടുതൽ വിശ്വാസം. സമാന്തരമായി ലോകത്തിന്റെ നാനാഭാഗത്ത് പണപ്പിരിവുകൾ നടക്കുന്നുണ്ട്. അവരാരും ഇക്കുറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പറഞ്ഞിട്ടില്ല. 2018 ഇതായിരുന്നില്ല സ്ഥിതി. 2018 ഇടതുപക്ഷത്തിന് ശത്രുപക്ഷത്തായിരുന്ന പിണറായിസത്തെ ശക്തമായി എതിർത്തിരുന്ന മറുനാടന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ പോലും ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. എന്നാൽ ഞങ്ങൾ ഇക്കുറി കൊടുത്ത 1 ലക്ഷം രൂപ അത് ലീഗിനാണ് കൊടുത്തത്. ലോകത്തിന്റെ നാനാഭാഗത്തും പ്രവാസികൾ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് ദുരിതാശ്വാസ നിധിയിൽ പോകുമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു നടത്തിയാൽ കാശും കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒരു കുറുക്ക് വഴി കണ്ടെത്തിയതായിരുന്നു ഷുക്കൂർ വക്കീലെ. സമാന്തരമായി ആരും പിരിക്കാൻ പാടില്ല. ആര് പിരിച്ചാലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. ബാക്കി എല്ലാ പിരിവുകളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഷുക്കൂർ വക്കീൽ പോയത് പ്രധാനമായും ബദ്ധശത്രുവായി മാറിയിരിക്കുന്ന ലീഗിനെ ലക്ഷ്യം വെച്ചാണ്. ആ നീക്കവുമായി വക്കീൽ കോടതി ചെല്ലുന്നു. കോടതി അത് പരിഗണിക്കുന്നു. എടുത്തിട്ട് അലക്കി എന്ന് മാത്രമല്ല, ഷുക്കൂർ വക്കീലിനെ തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ ചാർത്തിയിട്ട് ഹൈക്കോടതിയിലെ ബഹുമാനീയരായ 2 ജഡ്ജിമാർ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാറും ജസ്റ്റിസ് ശ്യാംകുമാറും അവർ ഒരു ഉത്തരവിട്ടു. 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴയായി അടയ്ക്കണം. കോടതി നിർണായകമായ പല ചോദ്യങ്ങളും ചോദിച്ചു. ഇതെന്താ, ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തുതരം മര്യാദയാണ് നിങ്ങൾ കാട്ടുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയുടെ സമയം മെനക്കെടുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എത്തിയത്? ഒരാൾ പണം പിരിച്ച് ദുരിതബാധിതരെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അത് പാടില്ല എന്ന് പറയാൻ ഏതു നിയമമാണുള്ളത്? ഒരാൾ പണം പിരിക്കുന്നു, ഒരു വ്യക്തിയാണ് നിശ്ചയിക്കുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന പണം ആർക്ക് കൊടുക്കണമെന്ന്. അതിന് സർക്കാരിനോ കോടതിക്കോ ഇടപെടാൻ കഴിയുമോ? അങ്ങനെ പിരിക്കുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് പറയാൻ കോടതിക്ക് എങ്ങനെ പറ്റും? അവർ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, അവർ ഇഷ്ടമുള്ളതുപോലെ കൊടുക്കട്ടെ. പണം കൊടുത്തവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആ പണം ദുരുപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഫോറത്തിൽ, കൃത്യമായ കോടതിയിൽ ചെന്ന് അവർ നിയമ പോരാട്ടം നടത്തട്ടെ.
കോടതിയെ അനാവശ്യമായ കാര്യത്തിലേക്ക് വലിച്ചിഴച്ച് കോടതിയുടെ സമയം കളഞ്ഞത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് നിശിതമായി വിമർശിച്ച് ഇത്തരം പബ്ലിസിറ്റി സ്റ്റണ്ടുമായി കോടതിയിലേക്ക് വരരുത് എന്ന് താക്കീത് കൊടുത്ത് 25,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴയായി ഈടാക്കാൻ കോടതി ഉത്തരവിട്ടു. ഇതിനേക്കാൾ വലിയ നാണക്കേട് ഒരു അഭിഭാഷകന് കിട്ടാനില്ല. ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അതിന് നിയമസാധുതയുണ്ടോ എന്നതാണ്. പബ്ലിസിറ്റി ഉണ്ടോ എന്ന് പൊതുപ്രവർത്തകർ ചിന്തിച്ചാൽ മതി. കോടതിയെ സമീപിക്കുന്ന പൊതുപ്രവർത്തകർക്ക് പബ്ലിസിറ്റി നോക്കിയാൽ മതി. കോടതി അത് തിരിച്ചറിഞ്ഞോളും, അവർ അതിന് പണി കൊടുത്തോളും. പക്ഷെ അഭിഭാഷകൻ ഒരിക്കലും കോടതിയെ നിയമമില്ലാതെ സമീപിക്കാൻ പാടില്ല. അഭിഭാഷകനെ കോടതി കാണുന്നത് കോടതിയുടെ ഭാഗമായാണ്. അഭിഭാഷകരും പ്രോസിക്യൂട്ടർമാരും ജഡ്ജിമാരും ഉൾപ്പെടുന്നതാണ് കോടതി. തുല്യ നീതിയാണ് കോടതി അഭിഭാഷകർ കൊടുക്കുന്നത്. അപ്പോൾ നിയമത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ ഒരു അഭിഭാഷകൻ കോടതിയിൽ എത്തിയാൽ കോടതി പൊട്ടിത്തെറിക്കും. കാരണം കോടതിയുടെ സമയം ലാഭിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഓഫീസറാണ് അഭിഭാഷകൻ. സത്യത്തിൽ ഇത്തരം അഭിഭാഷകരെയൊക്കെ കേസ് ഏൽപ്പിക്കുന്ന മനുഷ്യരെ പറഞ്ഞാൽ മതി. കാരണം ഈ നിയമത്തെക്കുറിച്ച് അടിസ്ഥാന വിവരമില്ലാതെ ഒരു കാര്യം കോടതി ചെയ്യണമെങ്കിൽ കൃത്യമായ ഒരു നിയമലംഘനം ഉണ്ടാവണം. ഹൈക്കോടതിയെ നമുക്ക് നേരിട്ട് സമീപിക്കാൻ കഴിയുന്നത് പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ്. ഒന്ന്, അപ്പീൽ. നമ്മുടെ അവകാശമാണ്. താഴത്തെ കോടതി, അതായത് ജില്ലാ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി നമ്മുടെ ഒരു അപേക്ഷ തിരസ്കരിച്ചാൽ, നമ്മളെ ശിക്ഷിച്ചാൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാം. അതാണ് ആദ്യത്തെ ഇടപാട്. രണ്ടാമത്തെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. നേരിട്ട് കോടതി അപ്രോച്ച് ചെയ്യാം. അതിന് വളരെ കുറച്ച് സാഹചര്യങ്ങളേ ഉള്ളൂ. പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ റിട്ട് കൊടുക്കുകയാണ്. റിട്ട് കൊടുക്കേണ്ടത് പല സാഹചര്യങ്ങളുണ്ട്. അത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശമുണ്ട്. ആ മൗലികാവകാശത്തിന് തടസ്സമുണ്ടായാൽ നമുക്ക് ഹൈക്കോടതി നേരിട്ട് സന്ദർശിക്കാം. ഇപ്പൊ എന്നെ ഒരാൾ തടഞ്ഞു വെച്ചിരിക്കുന്നു, ആ കാരണമായി സഞ്ചരിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്, എന്നെ കണ്ടെത്തണം, എന്നെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഹർജി റിട്ടായി കൊടുക്കാൻ എന്റെ ബന്ധുക്കൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും അവകാശമുണ്ട്. അത്തരം കേസുകളാണ് ഹൈക്കോടതിയിൽ നേരിട്ട് പോകാൻ കഴിയുന്നത്. ഇവിടെ ഒരു വ്യക്തി പണം പിരിച്ച് ആ പണം പാവങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ പാടില്ല എന്ന് പറയാൻ എന്തു നിയമമാണുള്ളത്? ഈ അടിസ്ഥാന നിയമം പോലും അറിയാത്ത ഒരാൾ അഭിഭാഷകനായിരിക്കുന്നു എന്നത് ഖേദകരമാണ്. ആ അഭിഭാഷകന്റെ കക്ഷികളെ ഓർത്ത് സഹതാപം മാത്രമാണ്. ഇങ്ങനെ കോടതി ശിക്ഷിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അഭിമാനത്തോടു കൂടി പോസ്റ്റ് ഇടാൻ ഈ വക്കീൽ മാത്രമേ പറ്റൂ. വക്കീൽ അതിനെ പറയുന്നത് എന്റെ കേസ് തീർപ്പാക്കിയെന്ന, ശിക്ഷിച്ചെന്നല്ല, തള്ളിയെന്നല്ല എന്ന് വക്കീൽ പറയുന്നു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നേരത്തെ ഞാൻ കൊടുത്തതാണ്, ഒരിക്കൽ കൂടി കൊടുക്കുന്നതിൽ അഭിമാനമാണ്, എന്റെ പോരാട്ടം വിജയിച്ചു എന്നൊക്കെ. ഇനിയും ഞാൻ ഈ പോരാട്ടവുമായി മുമ്പോട്ട് പോകുമെന്ന് എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. വക്കീലെ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൊടുക്കാമോ എന്ന് ഹൈക്കോടതി ചോദിച്ചതല്ല, കൊടുക്കൂ എന്ന് ശിക്ഷയായി പറഞ്ഞതാണ്. ഒരു അഭിഭാഷകൻ 25,000 രൂപയല്ല 25 പൈസ കോടതി വിധി അനുസരിച്ച് പിഴയായി അടച്ചാൽ അത് അഭിഭാഷകന്റെ കരിയറിലെ ഏറ്റവും വലിയ ക്ഷീണമാണ്, നാശമാണ്. ഇത് ഔദാര്യമല്ല, കോടതി കൊടുക്കാമോ എന്ന് ചോദിച്ചതല്ല, കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. കൊടുത്തില്ലെങ്കിൽ വക്കീൽ പണി ചെയ്യാൻ കഴിയില്ല, കോടതി ലക്ഷ്യത്തിനകത്താവും, അടച്ചേ മതിയാവൂ, ഒഴിഞ്ഞു പോവാൻ കഴിയില്ല. ഇത് പിഴയാണ്, ശിക്ഷയാണ്. പിഴയെയും ശിക്ഷയെയും ഇങ്ങനെ ന്യായീകരിക്കാൻ ഞാൻ ഇനിയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കും, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാൻ അല്പം ഉളുപ്പ് വേണം. ഒരാൾ പിണറായിസത്തിന്റെ അടിമയായാൽ, പിണറായി പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ, പിണറായിയാണ് മഹാൻ എന്ന് കരുതിയാൽ ലജ്ജ നഷ്ടപ്പെടും. പിണറായി ആയതുകൊണ്ട് ഉളുപ്പ് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷുക്കൂർ വക്കീലിന്റെ അവസ്ഥ. സഹതാപം പോലും ഞങ്ങൾക്കാർക്കുമില്ല. ഇങ്ങനെയൊക്കെ അടിമപ്പണി ചെയ്താൽ ഇങ്ങനെ തന്നെയായിരിക്കും പണി കിട്ടുന്നത്.